രണ്ട് മുസ്ലിമുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ സലാം പറയൽ സുന്നത്താണ് എന്നല്ലേ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. എന്നാൽ അത് എല്ലാ മുസ്ലിങ്ങളും കണ്ടുമുട്ടിയാൽ അങ്ങനെ സലാം പറയൽ സുന്നത്തൊന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കരുത്. അതെപ്പോഴാണ് ആ സന്ദർഭം? നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ, ബഹുമാനിക്കപ്പെടേണ്ട ഒരാൾ, അല്ലെങ്കിൽ അയാളുടെ പ്രത്യേക മാനിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരാൾ നിലനിൽക്കുന്നത് കണ്ടാൽ അയാളെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രണ്ടാൾ നിന്നിങ്ങനെ സംസാരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയണേ. അപ്പോൾ നമ്മൾ സലാം പറയൽ അവർക്ക് ഡിസ്റ്റർബാവും. അങ്ങനത്തെ ഒരു എന്താ പറയുക, മാന്യതയ്ക്ക് യോജിക്കാത്ത ഒരു ഇടപെടലാണ് ആ സലാം എങ്കിൽ അങ്ങനത്തെ ആളോട് നമ്മൾ സലാം പറയൽ സുന്നത്തില്ല. നമ്മൾ അവരെ ശല്യപ്പെടുത്താതെ പോകണം. അവിടെ കയറി സലാം പറയരുത്. സലാം പറയൽ സുന്നത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കയറി വിളമ്പാടില്ല അല്ലത്. അതിനൊക്കെ ഓരോ സന്ദർഭങ്ങളുണ്ട്. അത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ അവിടെ സിറ്റ് ഔട്ടിൽ ഉണ്ട്. ഉപ്പര് കാര്യമായി ഫോൺ ചെയ്തിട്ട് കാര്യമായിട്ട് എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ വേറൊരാളായിട്ട് ഇതിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ ഒരു സംസാരത്തിലും ഒരു ഇതിൽ, അപ്പോൾ അവിടെ ഒരു സലാം പറഞ്ഞാൽ അതൊരു അതപകേടാവുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ അവിടെ നമ്മൾ സലാം പറയാതെ നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടത്. അവിടെ സലാം പറയരുത്. ഫാനെ കണ്ടുമുട്ടിയ സലാം പറയണമെന്നാണ് മോന്തമ്മക്ക് സലാം അറിയാൻ പറ്റൂല എന്നർത്ഥം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാന്യതയ്ക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റസിന് യോജിക്കാത്ത രൂപത്തിൽ സലാം പറഞ്ഞ് ഇടപെടാൻ പാടില്ല. അങ്ങനെ പറയേണ്ട സാധനമല്ല ഈ സലാം. കാരണം സലാം എന്ന് പറഞ്ഞാൽ ആദരവിലും ബഹുമാനത്തിലും ശല്യപ്പെടുത്താതെ ഉപയോഗിക്കപ്പെടേണ്ട ഒരു സാധനമാണ്.